കഴുത്തിലും കാതിലും കയ്യിലും മറ്റും കിടക്കുന്നത് ഇത്ര വിലയേറിയതാകുമെന്നാരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായില്ല. 22 ക്യാരറ്റ് സ്വർണം ഒരു പവൻ ഇന്നലെ 90,880 രൂപ. കഴിഞ്ഞ ജനുവരി 1 57,200 രൂപയിൽ നിന്ന് 58.89% അധികം. ഒരു തലമുറയുടെ ഓർമ്മയിൽ ഇത്തരമൊരു വിലക്കുതിപ്പ് കണ്ടിട്ടുണ്ടാവില്ല. കോവിഡിന് ശേഷം 15% ഇടിഞ്ഞ വില പിന്നീട് 133% കുതിച്ചു. ഈ തരംഗത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സാമ്പത്തിക അനിശ്ചിതത്വമാണ്. അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളും വലിയ കടമാണ് വാങ്ങിക്കൂട്ടുന്നത്. അമേരിക്കയുടെ കടം അവരുടെ GDPയുടെ 123% വരും. ജപ്പാൻ 235%, ഇറ്റലിക്ക് 137%, ഫ്രാൻസിന് 116% എന്നിങ്ങനെയാണ് കടബാധ്യത. ഇന്ത്യക്ക് ഉണ്ട് 83%. ഈ കടം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അമേരിക്ക ഒരു ദിവസം 2100 കോടിയോളം ഡോളർ കടം വാങ്ങി കൂട്ടുന്നുണ്ട്. 48 ദിവസം കൊണ്ട് 1 ലക്ഷം കോടി ഡോളർ പുതിയ കടം ഉണ്ടാകുന്നു. ഇതിങ്ങനെ വർദ്ധിച്ചാൽ രാജ്യങ്ങൾ ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ? അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിലെ ഒരു ഉപദേശകൻ ഹ്രസ്വകാല കടങ്ങൾ 100 വർഷ പലിശയില്ലാ കടപ്പത്രങ്ങളാക്കി മാറ്റുക എന്നതുപോലെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്ന സമയമാണ്. എന്തും സംഭവിക്കാമെന്നർത്ഥം. ഇത്തരം ഉറപ്പില്ലായ്മ ധനകാര്യ മേഖലയിൽ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഒട്ടേറെ നിക്ഷേപകർ സ്വർണം പോലെ ഭദ്രമായ നിക്ഷേപങ്ങളിലേക്ക് മാറുന്നു. രണ്ടാമത്തേത് കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ പ്രതിവർഷം 1000 ടണ്ണിലധികം വീതം സ്വർണം വാങ്ങി കൂട്ടുകയായിരുന്നു. ഒരു വർഷം ആഗോള വിപണിയിൽ വിൽപ്പനയ്ക്ക് വരുന്ന സ്വർണത്തിന്റെ 1/5 2010 വരെ വിൽപ്പനക്കാരായിരുന്ന കേന്ദ്ര ബാങ്കുകൾ പിന്നീടുള്ള ഒരു ദശകത്തിൽ ശരാശരി വാങ്ങിയിരുന്നതിന്റെ ഇരട്ടിയിലേറെ. ചൈനയും ഇന്ത്യയും അടക്കം ഈ വാങ്ങലിൽ സജീവമാണ്. എല്ലാവരും ഭദ്രത തേടുന്നു. ഡോളറിനെ ദുർബലമാക്കുന്ന ട്രംപ് നയങ്ങൾ കേന്ദ്ര ബാങ്കുകളെ US കടപ്പത്രങ്ങളിൽ നിന്നും അകറ്റുന്നു. പകരം സുരക്ഷിതത്വം സ്വർണത്തിലാണ്. മൂന്നാമത്തേത് ആഗോള സംഘർഷമാണ്. രാജ്യാന്തര തലത്തിൽ സംഘർഷ മേഖലകൾ കൂടുകയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം ഔപചാരിക റഷ്യ-നാറ്റോ യുദ്ധമാകാനുള്ള സാധ്യത ചെറുതല്ല. കോക്കസസ് മേഖലയിൽ തുർക്കി-അസർബൈജാൻ സഖ്യം വെറുതെ രൂപം കൊണ്ടതല്ല. സൗദി അറേബ്യ പാകിസ്ഥാൻ ആണവ സംരക്ഷണം തേടിയതും വെറുതെയല്ല. ചൈനയുടെ മോഹങ്ങൾക്ക് അതിരില്ല. ഇതെല്ലാം ആശങ്ക കൂട്ടുന്നു. സ്വാഭാവികമായും നിക്ഷേപകർ സുരക്ഷിത താവളം തേടുന്നു. നാലാമത്തേത് ഈ പ്രശ്നങ്ങൾക്കിടയിൽ അമേരിക്ക നടത്തുന്ന തീരുവ യുദ്ധവും ഒടുവിൽ അമേരിക്കയിലെ ഭരണസ്തംഭനവും സ്വർണത്തെ റോക്കറ്റ് വേഗത്തിൽ കുതിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ദിവസങ്ങളിൽ ദിവസേന 1000 രൂപ വീതമുള്ള കയറ്റത്തിലേക്ക് പവനെ എത്തിച്ചത്. കാടത്തത്തിന്റെ ശേഷിപ്പ് എന്നാണ് വിഖ്യാത ധനശാസ്ത്രജ്ഞൻ ജോൺ മെനാർഡ് കെയ്ൻസ് സ്വർണത്തെ വിശേഷിപ്പിച്ചത്. ആ സ്വർണം ഇപ്പോൾ ആശങ്കകൾക്ക് നടുവിൽ ലോകരാജ്യങ്ങൾക്കും നിക്ഷേപകർക്കും ഭദ്രതയുടെ കരുത്തായി മാറിയിരിക്കുന്നു.